പലതവണ ഇതിനു മുൻപും പൂ വയ്ക്കാനായി മീനമ്മ ദിയയോട് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ തന്നെ ഒഴിഞ്ഞുമാറിയ ദിയ ഇത്തവണ വിഷുവിന് അമ്മായിയമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ പൂവ് വയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓമീസ് ഫസ്റ്റ് വിഷു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ തന്നെയാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. ഓമിയുടെ ഫസ്റ്റ് വിഷു എന്നതിനേക്കാൾ ഉപരി കുറേയധികം നാളുകൾക്ക് ശേഷം അശ്വിൻ്റെ വീട്ടിൽ സമയം ചിലവഴിക്കുന്ന ദിയ എന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പ്രേക്ഷകർ പറയുന്നു. ദിയയുടെ വീഡിയോ കണ്ടതും പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷമായി. അശ്വിൻ്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം. എന്നാൽ അശ്വിൻ ഒറ്റയ്ക്ക് അശ്വിൻ്റെ വീട്ടിൽ പോയതിനെക്കുറിച്ച് ദിയ വീഡിയോയിൽ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സങ്കടമായിരുന്നു. ദിയ എന്തുകൊണ്ട് മീനമ്മയുടെ വീട്ടിൽ പോകുന്നില്ല എന്നായിരുന്നു പലരും സങ്കടത്തോടെ ചോദിച്ചത്. എല്ലാവരും ആ വാർത്ത അറിയുകയും ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ചാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. എല്ലാവർക്കും ഈ ഒരു വേദനയുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഇത് വൈറലാകുന്നതും. പൂ വയ്ക്കാൻ ഇഷ്ടമല്ല ദിയയ്ക്ക്. പലപ്പോഴും ദിയ അത് പറഞ്ഞിട്ടുണ്ട്. സാരി ഉടുക്കുമ്പോഴോ ഷൂട്ടിനോ ആവശ്യത്തിനോ മാത്രമാണ് ദിയ പൂ വയ്ക്കാറുള്ളത്. ദിയയുടെ വിവാഹത്തിന് പോലും ദിയ പൂ ധരിച്ചിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ദിയയെ സംബന്ധിച്ച് ഇതൊരു വല്ലാത്ത മാറ്റം തന്നെയാണ്. ഒരു പ്രായം എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു നില എത്തുമ്പോഴേക്കും നമ്മൾ പലതും വേണ്ട എന്ന് വച്ചതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അശ്വിൻ്റെ പിറന്നാൾ ദിവസം അശ്വിൻ മാത്രം മീനമ്മയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു എന്നതിന് പിന്നീട് പ്രേക്ഷകർ പറഞ്ഞത് അശ്വിന് അവൻ്റെ അമ്മയുമായി അച്ഛനുമായി സംസാരിക്കാനുള്ള സമയം കൊടുത്തതായിരിക്കാം ദിയ എന്നതാണ്. ഇതുപോലുള്ള പ്രത്യേകതയുള്ള ദിവസങ്ങളിൽ അശ്വിൻ്റെ വീട്ടിൽ പോകാതിരുന്നാൽ അത് മോശം തന്നെയാണ്. എന്നാൽ അത് ദിയ ചെയ്തത് കണ്ടോ. ഓമിയുടെ ആദ്യ വിഷുവാണ്. അത് സ്വന്തം വീട്ടിലും അതുപോലെ അശ്വിൻ്റെ വീട്ടിലും ഒരുപോലെ ആഘോഷിച്ചിരിക്കുകയാണ് ദിയ. ആ ഒരൊറ്റ വീഡിയോയിലൂടെ ഇത്രയും നാൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ വിമർശനവും ദിയ മാറ്റി എഴുതി. മീനമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുകയും മീനമ്മയുടെ കയ്യിൽ നിന്ന് പൂ തലയിൽ വയ്ക്കുകയും അതുപോലെ തന്നെ മീനമ്മയോടൊപ്പം ഓമിയെ കളിപ്പിക്കുകയും ചെയ്യുന്ന ദിയയുടെ വീഡിയോ വളരെയധികം വൈറലായി. ഓമിയുടെ ആദ്യ വിഷു എന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ദിയ സന്തോഷമായി ഇരിക്കുന്നത് കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. ദിയ മാത്രമല്ല, ഓമിയും അശ്വിനും അശ്വിൻ്റെ വീട്ടുകാരും ദിയയുടെ വീട്ടുകാരും ഞങ്ങൾ ദിയയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു സന്തോഷം തന്നെയാണ്. ദിയ ഇത്തരത്തിൽ പെരുമാറിയപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി തോന്നുന്നു. അശ്വിൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് ഞങ്ങൾ ആരും കരുതിയിരുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ പോലും പോകാതിരുന്നതിനെക്കുറിച്ച് പലരും സംസാരിക്കുന്നുണ്ട്. പലരും ആ ഒരു കാര്യത്തെപ്പറ്റി ചർച്ചയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും ആ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നു എന്ന് പറയാം. പ്രേക്ഷകരെല്ലാവരും അത്തരത്തിൽ തന്നെയാണ് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് വരുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.